ഗുരുപ്രിയ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ടുള്ളത് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാനായിട്ടുള്ള KV അശോകൻ സാറാണ്. സാറിന് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. കാർഷിക മേഖലയിൽ പുതിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് KV അശോകൻ സാർ. അതിനെക്കുറിച്ച്, അതായത് കാർബൺ ന്യൂട്രൽ, കാർബൺ ക്രെഡിറ്റ് എന്നീ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം. സാർ, എന്താണ് ഇതിനെ പറ്റിയിട്ട് സാർ എന്താ പറയാൻ? കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന് വേണ്ടി എല്ലാ വ്യവസായശാലകളും അതുപോലെ എല്ലാ സ്ഥാപനങ്ങളും അവരുടെ പ്രൊഡക്ഷൻ ഇനി മാർക്കറ്റിലേക്ക് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ISO സർട്ടിഫിക്കേഷൻ പോലെ കാർബൺ ന്യൂട്രൽ സർട്ടിഫിക്കേഷൻ നടപ്പിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യവസായശാലകൾക്ക് പൂർണ്ണമായും കാർബൺ ന്യൂട്രലാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാർഷിക രീതിയിലൂടെ സസ്റ്റൈനബിൾ കൃഷി രീതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് 1 ടൺ കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറച്ച് കഴിഞ്ഞാൽ 1 യൂണിറ്റ് കാർബൺ ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്യും. അത് ലോകരാഷ്ട്രങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ എമിഷൻ കുറച്ച് 1 ടൺ കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറച്ച് കൃഷി രീതികളിലൂടെ ആയിരുന്നാലും ഇപ്പോൾ മറ്റ് സോളാർ ഇലക്ട്രിസിറ്റി പകരം സോളാർ വരുമ്പോൾ അവിടെ എമിഷൻ കുറയ്ക്കാൻ കഴിയും. അങ്ങനെ ഓരോ രീതിയിലും 1 ടൺ കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറയ്ക്കുമ്പോൾ 1 യൂണിറ്റ് കാർബൺ ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്യും. അതാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത്, ഇതിന് വാല്യൂ ഉണ്ട്. കാരണം വ്യവസായശാലകളിൽ കംപ്ലീറ്റ് കാർബൺ ന്യൂട്രലാക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടി അവർക്കൊരു 49% കാർബൺ ഓഫ്സെറ്റ് ചെയ്യാമെന്നുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യവസായി അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ 100 ടൺ കാർബൺ ഡയോക്സൈഡ് എമിഷൻ ഉണ്ടെങ്കിൽ അതിൽ 51 ടണ്ണും അദ്ദേഹം അവിടുത്തെ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് കുറയ്ക്കാൻ കഴിയണം. 49 യൂണിറ്റ് അദ്ദേഹത്തിന് മറ്റ് കാർബൺ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ക്രെഡിറ്റ് അവർ പർച്ചേസ് ചെയ്തുകൊണ്ട് അവർ നമുക്ക് പൈസ തന്ന് പർച്ചേസ് ചെയ്യും. ആ പർച്ചേസ് ചെയ്തുകൊണ്ട് ഇത് ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ 1 യൂണിറ്റ് ഇപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന കാർബൺ ക്രെഡിറ്റിന് 1 യൂണിറ്റിന് $40 വരെ വില ലഭ്യമാകും. ആ $40 ഈ കാർബൺ ക്രെഡിറ്റിലൂടെ ലഭ്യമാകുമ്പോൾ ഒരധിക ചെലവില്ലാതെ തന്നെ അത് കർഷകർക്ക് എത്തിക്കുന്നതാണ് നമ്മൾ ഈ കാർബൺ ക്രെഡിറ്റ് പ്രോജക്റ്റിലൂടെ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ കാർബൺ ന്യൂട്രലിനെ കുറിച്ചും കാർബൺ ക്രെഡിറ്റ് എന്താണെന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അറിയാനുള്ളത്, സാർ, ഈ കാർബൺ ക്രെഡിറ്റ് മാത്രമാണോ, ഇനി എന്താണ് ഈ സൊസൈറ്റി ലക്ഷ്യമാക്കുന്നത്? ഈ കാർബൺ ക്രെഡിറ്റിലൂടെ തന്നെ സൊസൈറ്റി ലക്ഷ്യം വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാകുക എന്നുള്ളതാണ്. ഇതിന് 2 കാരണമുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഓരോരുത്തരും എത്ര സമ്പന്നനായിരുന്നാലും ആരോഗ്യമില്ലെങ്കിൽ ആ സമ്പത്തൊന്നും ഇല്ലാതാകുകയാണ്. അപ്പോൾ ആരോഗ്യവും സമ്പത്തും ഉണ്ടെങ്കിലും പ്രകൃതി സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിന് തന്നെ നിലനിൽപ്പില്ല. അപ്പോൾ പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാകുക എന്നുള്ളതാണ് സൊസൈറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം. ആ ആശയത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാർബൺ ക്രെഡിറ്റ് പ്രോജക്റ്റ്. അത് പ്രകൃതിയെ സംരക്ഷിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സസ്റ്റൈനബിൾ കൃഷി രീതികൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ ഭക്ഷണവും ലഭിക്കും. അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ അതിൽ കാർബൺ ക്രെഡിറ്റ്, ഞങ്ങളിപ്പോൾ കാർബൺ ക്രെഡിറ്റ് പ്രോജക്റ്റ് ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് വെച്ചിട്ടുള്ളത് 5 ലക്ഷം ഏക്കർ ലാൻഡിൽ ഈ സസ്റ്റൈനബിൾ കൃഷി രീതികൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ 7 വർഷം കൊണ്ട് 2200 കോടി രൂപയുടെ കാർബൺ ക്രെഡിറ്റ് മാത്രം ഇൻകം ഉണ്ടാവും. വലിയൊരു സമ്പത്ത് നമുക്ക് കൃഷിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സംരക്ഷിച്ചുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകളും ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സമ്പത്തുണ്ടാക്കാനും കഴിയുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ഇതിന്റെ പ്രോഡക്ട്സ് ഒക്കെ എന്തൊക്കെയാണുള്ളത് സാർ? ഇപ്പോൾ നമ്മൾ ഈ കാർബൺ ക്രെഡിറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ നടത്തുമ്പോൾ ഇന്ത്യയിലാദ്യമായി കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാർബൺ ക്രെഡിറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോയപ്പോൾ നമുക്കിപ്പോൾ കൃഷി രീതികൾ ഗ്രാമങ്ങളിലേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പട്ടണങ്ങളിലൊക്കെ ഡൽഹി പോലെയുള്ള
പട്ടണ പ്രദേശങ്ങളിലൊക്കെ തന്നെ വായു മലിനീകരണമായി ഓക്സിജൻ കിട്ടാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രവർത്തനമായി പോയപ്പോൾ നമ്മൾ കുഫോസുമായി സഹകരിച്ച് കേരള യൂണിവേഴ്സിറ്റി ഫോർ ഫിഷറീസ് ആൻഡ് ഓഷ്യാനിക് സ്റ്റഡീസ് അവരുമായി സഹകരിച്ച് ഇന്ത്യയിൽ ആദ്യമായി ലിക്വിഡ് ട്രീ അല്ലെങ്കിൽ ജലമരം എന്ന ഒരാശയം നമ്മൾ മുന്നോട്ട് വെച്ചു. അത് നമ്മൾ പ്രാവർത്തികമാക്കി. കുഫോസ് ക്യാമ്പസിൽ നമ്മൾ ഫസ്റ്റ് ലിക്വിഡ് ട്രീ നമ്മൾ സ്ഥാപിച്ചു. അത് 1000 ലിറ്റർ വെള്ളത്തിൽ മൈക്രോ ആൽഗ ഉപയോഗിച്ച് അതിൻ്റെ പ്രവർത്തനം നടത്തുമ്പോൾ 10 വലിയ മരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ അതിലൂടെ നമുക്ക് ലഭ്യമാകും. ഇത് നമ്മൾ വ്യാപകമായി നമ്മുടെ പട്ടണ പ്രദേശങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റിലും ഒക്കെ തന്നെ സ്ഥാപിക്കാനായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ശുദ്ധവായു ലഭിക്കാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാകും. അതിപ്പോൾ നമുക്കറിയാമല്ലോ, ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ചെറുപ്പത്തിൽ നമുക്ക് കുപ്പിയിൽ വെള്ളം അല്ലെങ്കിൽ വെള്ളം കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു ഗതികേടും കുപ്പിയിൽ വിൽക്കുന്ന സംവിധാനം നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് നമ്മൾ ഓക്സിജൻ പാർലറുകൾ തുടങ്ങണം എന്നുള്ള രീതിയിലാണ് രാജ്യം മുന്നോട്ട് അല്ലെങ്കിൽ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ ലിക്വിഡ് ട്രീ പ്രൊജക്റ്റിൻ്റെ പ്രസക്തി. അത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ലാർവേ ഫാർമിംഗ്. അത് ജൈവമാലിന്യം പിന്നെ എടുത്തുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ലാർവേ ഫാമിംഗ് നടത്തുകയാണ്. അത് ഒരു കണ്ടെയ്നർ ടൈപ്പിൽ ഒരു 2 കണ്ടെയ്നറിൽ ക്ലോസ്ഡ് ഇതിൽ 5 ടൺ ജൈവമാലിന്യം ഒരു ദിവസം പ്രോസസ്സ് ചെയ്യാവുന്ന രീതിയിൽ ആണ് നമ്മൾ ആ പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നത്. അത് നടപ്പിലാക്കി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫിഷിനുള്ള തീറ്റ, അതുപോലെ തന്നെ കോഴി തീറ്റ, അനിമൽ തീറ്റകൾ, ഫീഡുകൾ അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ മാലിന്യത്തിൽ നിന്ന് വലിയൊരു സമ്പത്തുണ്ടാക്കാനായിട്ട് കഴിയും. ഈ മാലിന്യം വായു മലിനീകരണത്തിനും അന്തരീക്ഷ മലിനീകരണത്തിനും ഈ കാർബൺ എമിഷനൊക്കെ വലിയൊരു കാരണമാണ്. അപ്പോൾ അതവിടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. അതോടൊപ്പം തന്നെ വലിയൊരു സമ്പത്തുണ്ടാക്കാനായിട്ട് കഴിയുകയും ചെയ്യും. നമുക്ക് അസുഖം ഉണ്ടാക്കുന്നതിൽ പോലും ഈ മാലിന്യം ഒരു വലിയ പ്രോബ്ലം നമ്മൾ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ BSF പ്രോജക്റ്റ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ നമ്മുടെ ജനസംഖ്യയിൽ പകുതിയിൽ കൂടുതൽ സ്ത്രീകളാണ്. അവർക്ക് എല്ലാ മാസവും ആവശ്യം വരുന്നതാണ് പീരീഡ്സ് വരുമ്പോൾ നാപ്കിൻ. അപ്പോൾ നമ്മൾ ആദ്യമായി ഹെർബൽ സാനിറ്ററി നാപ്കിൻ നമ്മൾ വെച്ചു. അപ്പോൾ ഈ ഹെർബൽ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കപ്പെടുമ്പോൾ ഹെർബലാണ്, അത് ഡിസ്പോസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ സഹോദരിമാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഒരു ഉപകരിക്കും. അതോടൊപ്പം തന്നെ ഇത് മാർക്കറ്റിങ്ങിലൂടെ വലിയൊരു വരുമാന മാർഗമായിട്ട് നമ്മുടെ സാധാരണ ആളുകൾക്ക് ഒരു വരുമാന മാർഗമായി ഇത് കഴിയും. ഇതോടൊപ്പം തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റാണ് പ്ലാൻ ബേസ്ഡ് ഹോം കെയർ പ്രൊഡക്റ്റ്. കംപ്ലീറ്റ് പ്ലാൻ ബേസ്ഡാണ്. അത് നമ്മുടെ ഫ്ലോർ ക്ലീനിങ് ഉണ്ട്, ക്ലോത്ത് ക്ലീനിങ് ഉണ്ട്, ടോയ്ലറ്റ് ക്ലീനിങ് ഉണ്ട്, കൊതുക് നശീകരണമുണ്ട്. ഇത് എല്ലാം ഓർഗാനിക്കായിട്ട് രാസപദാർത്ഥം ഒന്നും ഉപയോഗിക്കാതെ പിന്നെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ആളുകളിലേക്ക് 9ഓളം ഐറ്റംസ് നമ്മൾ ഈ പ്ലാൻ ബേസ്ഡ് ഹോം കെയർ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഓൾറെഡി ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പ്രകൃതിയും സംരക്ഷിക്കപ്പെടും. അതോടൊപ്പം നമുക്ക് സമ്പത്തുണ്ടാക്കാനായിട്ടുള്ള ഒരു സംവിധാനം ചെയ്യും. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും മറ്റൊരു കാര്യമാണ് നാളികേര കർഷകരിൽ നിന്ന് നാളികേരം കളക്ട് ചെയ്തുകൊണ്ട് 20ഓളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളിലൊന്നാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് നല്ലൊരു ഭക്ഷ്യപദാർത്ഥം കൂടിയാണ്. നമ്മുടെ ഭക്ഷണങ്ങളിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാലാണ്. നമ്മുടെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഗുണം എന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാലാണ്. അവിടെ ഈ അമ്മയുടെ മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ള ലോറിക് ആസിഡ് 49% ഈ വെർജിൻ കോക്കനട്ട് ഓയിലിൽ ഉണ്ട്. ഒരു സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ സ്ഥിരം ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടും, പല അസുഖങ്ങളും മാറും എന്ന് ഡോക്ടർമാർ തന്നെ ഇപ്പോൾ ഉൾപ്പെടുത്തി വരുന്നുണ്ട്. അതുപോലെ കോക്കനട്ട് ചിപ്സ്, ഡെസിക്കേറ്റഡ് പൗഡർ, കോക്കനട്ട് മിൽക്ക് പൗഡർ,
സോപ്പ് തുടങ്ങി 20ഓളം മൂല്യവർഗ ഉൽപ്പന്നങ്ങൾ ഒട്ടും മായം ചേർക്കാതെ നമ്മൾ തന്നെ പ്രൊഡക്ഷൻ നടത്തി മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ മായം ചേർക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ നമ്മളിപ്പോൾ മില്ലറ്റ് ഐറ്റംസ് ഉൾപ്പെടെ, അതുപോലെ ബീക്രാഫ്റ്റ് തേൻ, അതുപോലെയുള്ള തേൻ കർഷകരിൽ നിന്നൊക്കെ തന്നെ മായം ചേർക്കാതെ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് ഓഫീസുകളിലൂടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ പ്രൊഡക്റ്റുകളും ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് കാർബൺ ന്യൂട്രൽ എക്കോ ഫാം ടൂറിസം. നമ്മൾ ആ രീതിയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി നടപടികൾ എടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രോജക്റ്റുകളിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ഈ ലക്ഷ്യത്തിലേക്ക് പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാകുക എന്നുള്ള തലത്തിലേക്ക് എത്താനായിട്ട് കഴിയും. ഈ കാർബൺ ക്രെഡിറ്റ് പ്രോജക്റ്റിലേക്ക് ഇതിലേക്ക് മറ്റുള്ള സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെയാണ് എത്തിച്ചേരാൻ കഴിയുന്നത്? ഇത് ഒരു സഹകരണ പ്രസ്ഥാനമാണ്. സെൻട്രൽ രജിസ്ട്രാറിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനമാണ്. അപ്പോൾ ഈ സഹകരണ പ്രസ്ഥാനത്തിന് ഇതിലെ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഈ പ്രവർത്തനങ്ങളിൽ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അവരുടെ KYC, ആധാർ ഉൾപ്പെടെയുള്ള എല്ലാ KYCയും കൂടി ഒരു നിലവിലുള്ള മെമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 18 വയസ്സ് കഴിഞ്ഞ ആർക്കും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാം കർഷകർക്ക്. ആ മെമ്പർഷിപ്പ് എടുത്ത് ഇത് ചെയ്യുന്നതിന് നമ്മൾ കേരളവും തമിഴ്നാടുമാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തന പരിധി. അപ്പോൾ അവർ 100 രൂപയുടെ മെമ്പർഷിപ്പ് എടുത്ത് നമ്മൾ സൊസൈറ്റിയിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കൃഷിഭൂമികളുടെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യും. അവരിപ്പോൾ ഏതൊക്കെ വിളകളാണ് ഇറക്കുന്നത്, അതുപോലെ എന്താണ് പ്രയോഗ രീതി, ജലസേചന രീതി എന്താണ്, ഇതൊക്കെ തന്നെ നമ്മൾ സാറ്റലൈറ്റ് സർവേ നടത്തി അതിൻ്റെ മണ്ണിൻ്റെ ഘടന അടക്കം നമ്മൾ പരിശോധിച്ച് ആ ഭൂമിയിൽ ഇപ്പോൾ എത്ര കാർബൺ എമിഷൻ കുറയ്ക്കാൻ കഴിയുന്ന ഏതൊക്കെ കൃഷിരീതികൾ നടപ്പിലാക്കണമെന്ന് നമ്മളൊരു കൺസൾട്ടൻ്റായി പ്രവർത്തിച്ചുകൊണ്ട് കർഷകരുടെ അടുത്ത് പറയും. നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ഇൻട്രൊഡ്യൂസറുടെ കൂടെ സഹായത്തിൽ നമുക്കിത് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ഈ കൈരളിയിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഒരു 100 രൂപയുടെ മെമ്പർഷിപ്പ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത് ഏതൊക്കെ പ്രദേശങ്ങളിൽ വരുന്ന ബ്രാഞ്ചുകളുണ്ട് സർ? നമ്മളിപ്പോൾ 2022 ജൂണിലാണ് നമുക്കിത് സർട്ടിഫിക്കേഷൻ കിട്ടിയത്. ഞാനന്ന് ചീഫ് പ്രൊമോട്ടറായി പ്രവർത്തനം ആരംഭിച്ചതാണ്. 2022 ഡിസംബറിലാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ 30,000 മെമ്പർമാർ ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ട്. 43 പ്രൊജക്റ്റ് ഓഫീസുകൾ കേരളത്തിലും തമിഴ്നാട്ടിലുമായി നമുക്കിപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര, ശാസ്താംകോട്ട, ഭരണിക്കാവ് 2 പ്രൊജക്റ്റ് ഓഫീസുകളുണ്ട്. അതുപോലെ ഇപ്പോൾ പാലക്കാട് 11 പ്രൊജക്റ്റ് ഓഫീസുകളുണ്ട്. തൃശ്ശൂർ 8 പ്രൊജക്റ്റ് ഓഫീസുകളുണ്ട്. മലപ്പുറത്ത് 2 എണ്ണമുണ്ട്. അങ്ങനെ ഒരു 42 ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഒരു 15 ബ്രാഞ്ച് പ്രൊജക്റ്റ് ഓഫീസുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ 35,000 മെമ്പർമാർ ഇപ്പോൾ ഈ സൊസൈറ്റിയിൽ അംഗങ്ങളായിട്ടുണ്ട്. അതിൽ ഒരു 15,000 പേര് കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റിൽ അംഗങ്ങളായിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വിത്തിൻ 1 ഇയർ 1,00,000 ഫാർമേഴ്സെങ്കിലും നമുക്ക് ഇതിലേക്ക് എൻറോൾ ചെയ്യിച്ച് അവർക്കിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളിതിന് ആവശ്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ തന്നെ നമ്മൾ കാർഷിക സൊസൈറ്റിയാണ്, ക്രെഡിറ്റ് സൊസൈറ്റി അല്ല. ഡെപ്പോസിറ്റ് മേടിച്ചിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്, കോൺട്രിബ്യൂഷൻ മേടിച്ചിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും നൂതനമായിട്ട് വേറൊരു പ്രൊജക്റ്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഹെൽത്തുമായി ബന്ധപ്പെട്ടാണ്, ഇൻഷുറൻസ് ഇത് ചെയ്തിട്ടാണ്. അത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് തീർത്തും ഫ്രീ ആയിട്ടാണ് നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്തു കൊടുക്കുന്നത്. അതായത് ഒരു 5 വർഷത്തേക്ക് ഒരു 1,50,000 രൂപ കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്ന ആൾക്ക് 5 വർഷം കഴിയുമ്പോൾ ഈ 1,50,000 രൂപയും 7.5% റിട്ടേണും കൂടി ആ സംഖ്യ അവർക്ക് തിരിച്ചു കിട്ടും. ഇതിനോടൊപ്പം തന്നെ 32 ക്രിറ്റിക്കൽ ഇൽനെസ് കവർ ചെയ്യുന്ന 2 പേർക്ക് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ 5 ലക്ഷം ബെനിഫിറ്റ് കിട്ടാവുന്ന
2 ഇൻഷുറൻസ് പോളിസി അവർക്ക് കൊടുക്കും. പ്രീമിയം അടക്കുന്നത് സൊസൈറ്റിയാണ്, അവരല്ല. അതോടൊപ്പം തന്നെ ഒരു 1000 അടച്ചു കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ 2000 രൂപ പെർ ഡേ ഹോസ്പിറ്റൽ അഡ്മിഷന് ലഭിക്കും. 30 ദിവസം കൊല്ലത്തിൽ ആ രീതിയിൽ ലഭിക്കും. 60,000 രൂപ, അത് ICUലാണെങ്കിൽ 4,000 രൂപ കിട്ടും. ആ പ്ലാനും അവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ അസുഖം വരാതിരിക്കുന്നതിനാണ് നമ്മൾ പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ നമ്മുടെ ആളുകൾക്കൊക്കെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക അടിത്തറ പോലും താറുമാറാകും. അതുകൊണ്ട് തന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ള വളരെ നല്ല ഒരു ഇൻഷുറൻസ് പ്ലാനാണ്. നമ്മുടെ കോൺട്രിബ്യൂഷൻ അടയ്ക്കുമ്പോൾ അവർ ഒരു പ്രീമിയവും അടക്കാതെ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതും നമ്മുടെ വലിയ ഒരു പ്രൊജക്റ്റാണ് അതിൽ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഈ പ്രൊജക്റ്റ് ഓഫീസുകളിലൂടെയാണ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.